കോതമംഗലം ചെറുവട്ടൂരിൽ നിന്ന് കാണാതായ കുടുംബത്തിലെ 4 പേരെ മൂവാറ്റുപുഴയാറിൽ പിറവത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ഇലവഞ്ചേരി നാരായണൻ, ഭാര്യ പായപ്ര പാലക്കാപ്പറമ്പിൽ വിജിമോൾ, 2 വയസ്സുള്ള മകൻ, 7 വയസ്സുകാരി ഹന്നമോൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ പുഴയിൽ ചാടിയതെന്നാണ് പോലീസ് നിഗമനം. ചെറുവട്ടൂരിൽ വാടക വീട്ടിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ പുഴയിൽ ചാടിയതാണെന്നാണ് പോലീസ് നിഗമനം. കാഴ്ചപരിമിതിയുള്ളയാളാണ് വിജിമോൾ. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വിജിമോളുടെയും മകന്റെയും മൃതദേഹങ്ങൾ പുഴയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ സൂചന ഒന്നും ലഭിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ പോലീസ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. രാത്രി വൈകി വിജിമോളുടെ സഹോദരനാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ അടുത്ത ദിവസങ്ങളിൽ നാരായണന്റെയും ഹന്നമോളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. എക്സൈസ് ഓഫീസിനു സമീപത്തുള്ള കടവിൽ നിന്നാകാം ഇവർ പുഴയിൽ ചാടിയതെന്നാണ് നിഗമനം. ടൗണിൽ നിന്ന് മാറിയാണ് ഈ കടവ്. ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് നാരായണനുമായി വിജിമോളുടെ വിവാഹം നടന്നത്. കുടുംബത്തോടൊപ്പം ചെറുവട്ടൂരിൽ താമസിച്ച് കൂലിപ്പണി ചെയ്യുകയായിരുന്നു നാരായണൻ. ഒരാഴ്ച മുമ്പ് വിജിയും നാരായണനും മക്കളും ഒന്നിച്ച് കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പണം സ്വരൂപിച്ച് സഹായിച്ചതായാണ് വിവരം. നെല്ലിക്കുഴി ഭാഗത്ത് ഇവർക്കായി വാടക വീട് കണ്ടെത്തുകയും ചെയ്തു. പോലീസ് ജീപ്പിൽ വീട് കുടുംബത്തെ കൊണ്ടുപോയി കാണിക്കുകയും അടുത്ത ആഴ്ച അവിടേക്ക് താമസം മാറാമെന്ന് ഇവർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 പിറവം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.